അങ്ങനെ കാത്തിരുന്ന ദിവസമെത്തി. ജനത്തിൻ്റെ മനസ്സിൽ ആര് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പലരുടെ മനസ്സിൽ അന്താളിപ്പം ആദ്യം കയറി തുടങ്ങി. മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് തന്നെ തിരുവനന്തപുരം വിട്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോ മാറ്റിയിരിക്കുകയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമെന്നാക്കിയിരിക്കുകയാണ്. ഇനി നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിലാസം പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് തന്നെ ആയിരിക്കുമോ? അല്ല, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ വ്യക്തമായ സൂചനയാണ് വരുന്നത്. എക്സിറ്റ് പോളുകളെല്ലാം വിലയിരുത്തിയതുപോലെ അല്ലെങ്കിൽ പ്രവചിച്ചതുപോലെ UDF ഒരു മുൻതൂക്കം അല്ലെങ്കിൽ UDF മുന്നേറ്റത്തിൻ്റെ ഇതാണ് ആദ്യ മിനിറ്റുകളിൽ തന്നെ പുറത്തു വരുന്നത്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ എക്സിറ്റ് പോൾ പോലത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് UDF വിജയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ മുഖ്യമന്ത്രി ബയോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഇന്റലിജൻസ് സംവിധാനം എല്ലാം ഉള്ള ഒരാളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ജനം എന്ത് വിധി എഴുതി എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് കിട്ടിക്കാണും. അതിന്റെ പ്രതിഫലനമാണ് ഫേസ്ബുക്കിലടക്കം ചീഫ് മിനിസ്റ്റർ എന്നുള്ള ബയോ മാറ്റിയിട്ട് അവിടെ പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാക്കി. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറയുന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് സർക്കാരിന്റെ, അതിലും മുഖ്യമന്ത്രിയുടെ പടം മാറ്റി സർക്കാരിന്റെ എംബ്ലം മാത്രം ഇട്ടു. അതായത് അധികാരമാറ്റം ഉറപ്പിച്ച രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. UDF ആകട്ടെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ ഉള്ള വലിയ ചർച്ചകൾ, തർക്കങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയാണോ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ചർച്ചകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആദ്യ മിനിറ്റുകളിലെ സൂചന നമ്മൾ നേരത്തെ എല്ലാം വിലയിരുത്തിയതുപോലെ വൻ മരങ്ങൾ കടപുഴകും, UDFന്റെ വലിയ വിജയം ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ ഒരു അധികാര മാറ്റം ഉണ്ടാകുമെന്ന് ബോധ്യമായി. എങ്കിലും ഇത് വിശ്വസിക്കാത്ത ആൾക്കാർ കുറച്ചു പേരുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, അതുപോലെ TP രാമകൃഷ്ണൻ, അതുപോലുള്ള അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾക്ക് ഇനിയും തങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്ന് ഇതുവരെയായിട്ട് ആ ഒരു അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരാണ് ഇവരെല്ലാം. വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന അമിതമായ പിന്തുണ, പ്രാധാന്യം, എല്ലാ പരിപാടികൾക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രാധാന്യം, ഇതെല്ലാം വെള്ളാപ്പള്ളിയുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ പച്ചയായ വർഗീയ പരാമർശങ്ങൾ മുന്നിലുണ്ട്. അപ്പൊ UDF ഭരണത്തിൽ വരുന്നു, മുസ്ലിം ലീഗ് കൂടി ഭരണത്തിൽ പങ്കാളിയാകുമ്പോൾ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെയാണ് ഭരണ തുടർച്ച, വീണ്ടും പിണറായി തന്നെ വരും, ഇല്ല എന്തെങ്കിലും മുസ്ലിം ലീഗ് വന്നാൽ മാറാടുണ്ടാകും എന്നൊക്കെയുള്ള പതിവ് പല്ലവികൾ പറയുന്നത്. അതൊരു ഹാലിളക്കമാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. അതാണ് സിമ്പിളായി പറഞ്ഞ കാര്യം. പിന്നെ ഈ ഇടത് നേതാക്കൾ, CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരിക്കലും പരാജയപ്പെടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. CPM പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ഇല്ല. അവർ ലാസ്റ്റ് നിമിഷം വരെ ഇത് പറയും. കാരണം CPM തോറ്റാ പോലും തോൽവി സമ്മതിക്കാത്ത ഒരു പാർട്ടിയാണ്. അവരാണ് പറയുന്നത്, അവരിപ്പം ഒരിക്കലും തോൽവി സമ്മതിക്കില്ല, തോറ്റു എന്ന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളെല്ലാം ഞങ്ങൾ തന്നെ ജയിക്കും, മൂന്നാമതും വരും. കൃത്യമായി യാഥാർത്ഥ്യം മനസ്സിലായത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആദ്യം തന്നെ ഈ കാര്യങ്ങളെല്ലാം നടത്തിയതും പുള്ളി മാറി നിൽക്കാൻ തീരുമാനിച്ചതും. ഇനി വരുന്ന ചോദ്യം, ആരാകും CPMന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ ഓഫായിരിക്കും, 10 വർഷമായിട്ട് ഓഫായിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയ സമയത്ത് ആദ്യം ചെയ്ത നടപടി 24 മണിക്കൂറും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓണായിരുന്ന ആ ക്യാമറ ഓഫാക്കുക എന്നുള്ളൊരു സംവിധാനമായിരുന്നു. അത് ഓണായിരുന്നെങ്കിൽ ഇവിടെ നടന്ന പല അഴിമതിയിലെയും പല കാര്യങ്ങളും പുറത്തു വന്നേനെ. UDFന്റെ സർക്കാർ അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രി ആരായാലും ആ ഒരു ക്യാമറയ്ക്ക് വീണ്ടും കണ്ണു തുറക്കുമോ? അല്ല, സ്വാഭാവികമായും അത് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പം എല്ലാം സുതാര്യമായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ ഒരു ക്യാമറ അവിടെ സ്ഥാപിച്ചത്. ക്യാമറ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഫുൾ ടൈം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലൈവായി തന്നെ എല്ലാ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു, അക്സസ് ചെയ്യാൻ കഴിയുന്നു. പിണറായി വിജയൻ വന്നതോടുകൂടി ആദ്യം അതങ്ങ് നിർത്തി. അത് മാത്രമല്ല നിർത്തിയത്, കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതും മുഖ്യമന്ത്രി അങ്ങ് നിർത്തി. മുഖ്യമന്ത്രിക്ക് കാണേണ്ട കാര്യമുണ്ടെങ്കിൽ മാത്രം മാധ്യമങ്ങളെ കാണുക എന്നൊരു ശൈലിയിലേക്ക് മാറ്റി. അതിലും മാറ്റം വന്നത് പ്രളയം വന്നപ്പോഴും കോവിഡ് കാലത്തും മാത്രമാണ്. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്, വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തുന്നത് തന്നെ വലിയ വാർത്തയും ഹെഡ്ലൈൻസും ആകുന്ന കാലത്താണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത് സ്വാഭാവികമായും UDFന്റെ സർക്കാർ വരികയും UDFന്റെ മുഖ്യമന്ത്രിയും വരികയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമായി തന്നെ മുന്നോട്ട് പോട്ടെ എന്ന ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ തുടങ്ങി വെച്ച പദ്ധതി കോൺഗ്രസ് ഇല്ലാതാക്കും എന്ന് നമുക്കൊരിക്കലും കരുതാൻ പറ്റില്ല. ആരായാലും മുഖ്യമന്ത്രി അവരെന്തായിരുന്നാലും ആ ഒരു ഓഫീസിന്റെ പ്രവർത്തനം സുതാര്യമായി മുന്നോട്ട് പോട്ടെ എന്ന് തീരുമാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. കലാപങ്ങളില്ലാത്ത 10 വർഷം എന്നായിരുന്നു മുഖ്യ അജണ്ട LDF മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇനി
ഈ ഒരു 5 വർഷത്തേക്ക് കലാപങ്ങൾ ഒരു നീണ്ട നിരയായിരിക്കും വരാൻ പോകുന്നത്. ഈ ഹർത്താൽ ബന്ദ് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ പല കാരണങ്ങളുണ്ടായിട്ട് UDF അതിനൊന്നും മുതിർന്നിട്ടില്ല. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാനുള്ള കാര്യങ്ങളൊന്നും UDF ചെയ്തിട്ടില്ല. പക്ഷേ UDF മന്ത്രിസഭയിൽ അരങ്ങേറുമ്പോൾ അത് ഓരോ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പക വീട്ടുന്ന പോലെ ഓരോ കലാപങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? അത് തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ CPM പോലെ ഒരു പ്രസ്ഥാനമാണ്. നമ്മളിപ്പം CPM തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിരിക്കാം, പക്ഷേ CPM-ന്റെ സംഘടനാ സംവിധാനമുണ്ട്, ആൾബലമുണ്ട്, കൃത്യമായി യുവാക്കളുടെ പിന്തുണയുണ്ട്, DYFI പോലെ ഒരു ശക്തമായ യുവജന പ്രസ്ഥാനമുണ്ട്, SFI ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തെരുവിൽ ഇനി കലാപങ്ങൾ ഉറപ്പായി ഉണ്ടാകും. കാരണം പ്രതിഷേധങ്ങൾ ഉണ്ടാകും. UDF പോലെ അല്ല CPM കൃത്യമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മളിത് 10 വർഷമായി കാണാതിരുന്ന പല തെരുവ് സംഘർഷങ്ങളും കലാപങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം അതിനുള്ള സംഘടനാ ശേഷി CPM-നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് വിഷയത്തിലും ഒരു വിവാദം കണ്ടെത്താൻ CPM-ന് ഭംഗിയായി കഴിയും. കാരണം ഇപ്പം നമ്മൾ വിഴിഞ്ഞം തന്നെ വലിയ എക്സാമ്പിളായി എടുക്കാം. കാരണം വിഴിഞ്ഞം ഇപ്പം LDF സർക്കാർ യാഥാർത്ഥ്യമാക്കി. വിഴിഞ്ഞം വലിയ വികസന നേട്ടമായിട്ടാണ് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത്. ഇതേ പിണറായി വിജയൻ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി UDF-ന്റെ കാലത്ത് ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ മനുഷ്യ ചെങ്ങല തീർത്തതും അത് കോടികളുടെ അഴിമതിയാണെന്ന് പറഞ്ഞതും അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും പിണറായി വിജയനാണ്. പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കുകയും ചെയ്തു. ഇതാണ് CPM. കാരണം പദ്ധതികൾ ഏത് വന്നിരുന്നാലും അതിനെ കണ്ണടച്ച് എതിർക്കുന്ന രീതി തന്നെയായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM സ്വീകരിക്കുക. അത് കഴിഞ്ഞ് ഭരണം ലഭിച്ചാൽ അതേ പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ട് ഇത് ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് മെയിൻ പറയുന്നതിനും യാതൊരു മടിയും ഉണ്ടാവില്ല. ഈ ഒരു ബഹളത്തിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു പാർട്ടിയുണ്ട്. ഏറെ പ്രതീക്ഷകളോടെ ഇനി മണിക്കൂറുകൾക്ക് മാത്രം വെയിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി BJP-ക്ക് നിയമം ഒരു സ്വപ്ന ഭൂമിയാണ്. ആ ഒരു അവിടെ നിയമത്തെ ഒരു താമര വിരിയും. അല്ല, നിയമം അവർക്ക് എപ്പോഴും സ്വപ്നഭൂമിയാവുന്നത് കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞത് നേമത്തായിരുന്നു. കാരണം അനുകൂലമായ സാഹചര്യങ്ങൾ നേമത്ത് നിരവധിയുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എടുത്തിരുന്നാലും BJP കൗൺസിലർമാരാണ് നിയമ മണ്ഡലത്തിൽ കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ സംഘടനാപരമായും RSS-ന്റെ സ്വാധീന മേഖലയുണ്ട്. അതുകൊണ്ടാണ് നിയമം അവർക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്നൊരു തുരുത്തായിരിക്കുന്നത്. ഇത്തവണ നടന്നത് ശക്തമായ ത്രികോണ മത്സരമാണ്. കാരണം സിറ്റിംഗ് MLA ആയ ശിവൻകുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചു. ശബരിനാഥ് കൂടി മത്സരിച്ചെത്തിയതോടെ കളം മാറി. കാരണം BJP ജയിച്ചത് എപ്പോഴാണ്? രാജഗോപാൽ ജനിച്ചപ്പോൾ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന വളരെ വീക്കായ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ജയിച്ചു പോയത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 2021 നോക്കുകയാണെങ്കിൽ K മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ചതോടെ ചിത്രം മാറി. ശിവൻകുട്ടി അവിടെ ജയിച്ചു വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ കൂടുതൽ UDF-ലേക്കും പോയി. അതുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പൊ നേമത്തുള്ളത്. നേമം മാത്രമല്ല BJP പ്രതീക്ഷ വയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും അതുപോലെ തന്നെ കഴക്കൂട്ടവും V മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടവും BJP-ക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. പിന്നെ എക്സിറ്റ് പോൾ പലതിലും 7 സീറ്റ് വരെ എന്നൊക്കെ പറയുന്നുണ്ട്. ചില പോളില് 15 പറയുന്നുണ്ട്. അതൊക്കെ കേരളത്തിൽ നടപ്പാക്കുമെന്നുള്ളതൊക്കെ കാരണം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉള്ള സർവേ നടത്തിയിരുന്നെങ്കിൽ, ഇതിപ്പോ എല്ലാം ദേശീയ ഏജൻസികൾ നടത്തിയ സർവേ ആണ്. അവർ BJP-ക്ക് അനുകൂലമായിട്ട് സർവേകൾ നടത്താറുള്ളൂ. നമ്മൾ നേരത്തെ എല്ലാം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പല സർവേകളും പാളിപ്പോകുന്നതും. ഇപ്പൊ BJP-ക്ക് 15 സീറ്റ് എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ 15 ജയിക്കുന്ന സീറ്റ് ഏതാണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ. അത്രയുള്ള കാര്യം. BJP-ക്ക് ഇവിടെ 1 സീറ്റോ 3 സീറ്റോ എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പ്രവചനങ്ങളെ നമുക്ക് നോക്കാം. അതെങ്ങനെയാവും എന്നുള്ളത് ഇപ്പോൾ വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ അസ്തമയത്തോടെ രണ്ട് കാര്യം തീരുമാനമാവും. ഒന്ന് CPM-ന്റെ അസ്തമയവും UDF-ന്റെ പുതിയൊരു ഉദയവുമായിരിക്കും. കാരണം 10 വർഷമായി അധികാരമില്ലാതെ പുറത്തിരിക്കുന്നതാണ് കോൺഗ്രസും UDF-ഉം. അപ്പൊ അവർക്ക് അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു. കാരണം മുസ്ലിം ലീഗ് പോലൊരു ഒരു പ്രാദേശിക പാർട്ടി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും എല്ലാം ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നതിന് അധികാരം കിട്ടിയേ മതിയാവുകയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒത്തൊരുമിച്ച് ശ്രമിച്ചു എന്ന് പറയാം. കാരണം തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും നമ്മൾ ഒരു വിവാദവും കേട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ കിട്ടിയില്ല. അതിന് സമയം കിട്ടിയില്ല എന്ന് പറയാം. അത് വേറൊരു കാര്യം. മുസ്ലിം ലീഗിന്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ കൃത്യമായി. കാരണം ലീഗ് അധിക സീറ്റ് വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സ്ഥാനം വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന സ്ഥാനാർത്ഥിയാക്കണമെന്നോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. UDF എടുക്കുന്ന തീരുമാനത്തിനൊപ്പം മുസ്ലിം ലീഗ് ഉറച്ചു നിന്നു. അത് തന്നെയാണ് വടക്കൻ കേരളങ്ങളിലെല്ലാം വളരെ മുന്നോട്ട് UDF പോകുന്നതിനുള്ള പ്രധാന ഘടകം. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം, അതുപോലെ കോൺഗ്രസിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ലീഗ് കൃത്യമായി ഇടപെടുന്നുണ്ട്. എല്ലാം കൃത്യമായി അഭിപ്രായം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പോലും ലീഗിന്റെ അഭിപ്രായം വളരെ വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞു. ആ ഒരു ലീഗിന്റെ ഒരു 23 മുതൽ 29 വരെ MLA-മാർ ജയിച്ചു വന്നാൽ
ലീഗായിരിക്കും പ്രധാന ശക്തി എന്നുള്ളത് ഉറപ്പാണ്. ലീഗ് എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട്. ഭരണത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. ഭരണം കിട്ടിയ ശേഷം ചില മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി അവർ വാദിക്കും. കാരണം അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആവശ്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗ് നടത്തിയത്, അത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടതാണ്. ലീഗ് എങ്ങനെയാണ് അവിടെ കൃത്യമായി പ്രവർത്തിച്ചത്, അതേ പ്രവർത്തനം ഈ പൊതു തെരഞ്ഞെടുപ്പിലും കൃത്യമായി നടന്നിട്ടുണ്ട്. അതിന്റെ ഗുണം തന്നെയാണ് ഇപ്പൊ ആദ്യ മിനിറ്റുകളിൽ തന്നെ എണ്ണി തുടങ്ങുമ്പോൾ UDF-ന്റെ മുന്നേറ്റവും.